ഞങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കമാണ്. വെള്ളപ്പൊക്കം എന്താ, വെള്ളം കയറിയതാണ്. അപ്പം എങ്ങനെയാണ് കാണിച്ചു തരാം. കണ്ടില്ലേ ഗായ്സ്, വെള്ളം. ഇതൊക്കെ നിങ്ങൾ കാണണം ഗായ്സ്. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ നടുവിലൂടെ ബസ് പോകുന്നു. പവറേ, ഇത് കണ്ടോ, ഒരു പള്ളി വെള്ളത്തിലാണ് നിൽക്കുന്നത്. വെള്ളത്തിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെള്ളത്തിൻ്റെ ഉള്ളിലായിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേരെന്താ? ചെറുമുക്ക്. സ്ഥലം ചെറുമുക്ക്, മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്കിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ടൂറിസ്റ്റായിട്ട് കാണിച്ച് തരുന്നതാണ്. ആമ്പൽ കണ്ടില്ലേ ഗൈസ്, വയലറ്റ് ആമ്പലൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വയലറ്റ് ആമ്പൽ കാണാം. പിന്നെ കണ്ടില്ലേ റോസ് ആമ്പൽ, ഒരുപാട് ആമ്പലുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. എൻ്റെ നാടായതുകൊണ്ട് പറയില്ല, ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ വരികയാണെങ്കിൽ വന്നോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് മേഘമാണ്, കാക്കയാണ്. വാ ഇങ്ങോട്ട് പോവാം, നമുക്ക് കണ്ടന്റ് ചെയ്യാം. നമ്മൾ പോകുമ്പോൾ ഇത്ര വെള്ളമുണ്ട്. വെള്ളത്തിലൂടെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഇവിടേക്കൊക്കെ വീണാൽ പിന്നെ നമ്മളെ കിട്ടില്ല. കണ്ടോ, ഇവിടെ കുറേ മരങ്ങളുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. വെള്ളം കുറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയായി വെള്ളം. പാൻ്റൊക്കെ ആയി. നിങ്ങൾക്ക് നീന്തുന്നത് കാണിച്ചു തരാം കുട്ടികൾ. എടി, ഇന്ന് ഇവിടെ റെഡ് അലർട്ടല്ലേ മലപ്പുറത്ത്? ഇത് മലപ്പുറമാണ് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. വന്നി നമുക്ക് ആ നീന്തൽ കാണിച്ചെടുക്കാം. പിന്നെ ഇവിടെ സൈക്കിൾ ഓട്ടുന്ന ആളുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം. സൈക്കിൾ ചവിട്ടുന്ന ആൾക്കാർ. പിന്നെ നിങ്ങൾ കാണുന്നതൊരു പള്ളിയാണ്. പിന്നെ കാണുന്നത് കണ്ടോ ഗൈസ്, ഒരു തോണിയെ കാണുന്നുണ്ടോ? വരുന്നുണ്ട് ഗൈസ്. അവിടെ ഒരു ആ വീട് മുങ്ങിയടി. അവിടെ കണ്ടോ ഗൈസ് ഒരു തോണി. പിന്നെ കാണിച്ചു തരാൻ പോകുന്നത് മറ്റേ സംഭവമാണ്. ഇത് റോഡാണ് സംഭവം, പക്ഷേ ഇപ്പുറത്ത് വെള്ളമാണ്. ഇത് എത്ര ആളെ അടി ഉണ്ടാവും? ഒരു 10 ആള്, ഒരു 10 ആളെ താഴ്ചയൊക്കെ ഉണ്ട്. ഒരു 10 വലിയ ആൾക്കാർ നിന്നാലും ഇതിൽ മുങ്ങിപ്പോകുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ എന്തൊരു കെയർഫുള്ളായിട്ടാണ് നമ്മൾ പോകുന്നതല്ലേ. ഞങ്ങൾ ഒരുപാട് നീന്താനൊക്കെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ചാടാനൊന്നും നിൽക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. കാണിച്ചു തരാം. ഹിന്ദി അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ. ഞങ്ങൾ നാട് അത്രക്ക് ഭംഗിയായിട്ട്. എവിടെ ഒരു തോണി ഞാൻ കണ്ടില്ല. നമ്മളടുത്തേക്ക് എത്തി, അവിടെ അടുപ്പിച്ചു. നമുക്ക് പോകുമ്പോൾ കാണാം. ഇതൊരു ഗൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നടക്കുക, എന്നാലേ വേഗം പോകാൻ പറ്റുള്ളൂ. എന്താ ഗൈസ് വെള്ളം. പിന്നെ ശബ്ദമൊക്കെ ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് സഫമോളെ കാണിച്ചു തരാം. ഇതിൻ്റെ വ്ളോഗിന് പേടിച്ചോടുന്നു. കണ്ടോ കണ്ടോ ഗൈസ്, തേങ്ങ. മലപ്പുറത്തിലെ തേങ്ങയാണ്, ഭയങ്കര പ്രത്യേകതയുള്ള തേങ്ങയാണ്. തെങ്ങ് വരെ മൂടിയതാണ്, അത്രക്കും വെള്ളമായിട്ട്. ശരിക്കും അങ്ങനെ തോന്നണിയേ?
കണ്ടു ഗൈസ് തോണി. ആടി നമുക്ക് അവിടെ പോയി നീന്തുമ്പോൾ നോക്കിയിട്ട് വരാം. കഷ്ടപ്പെട്ട് അതാ ഇവിടെ എത്തിയപ്പോൾ ഇത്രയായി വെള്ളം. ആൾക്കാരാണല്ലോ ഗൈസ്, കണ്ടില്ലേ? ആൾക്കാരെന്തല്ലേ വിചാരിക്കാൻ എടുക്കുന്നുണ്ടാല്. ഗൈസ് കണ്ടോ, ഞങ്ങളെ ചെറുമുക്കിൻ്റെ പവറാണ്. കേരളത്തിൻ്റെ പവറാണ്. ഞങ്ങൾ പോവുകയാണ്. ഇതാരെന്ന് കുറേ ആൾക്കാർ ഇതാരാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു, അതുകൊണ്ട് പറയുകയാണ്. ഇതറിയില്ല, ഞാൻ ലിയനെ പരിചയപ്പെടുത്തി കൊടുത്തു. ലിയ എവിടെ നിന്നാണ് വരുന്നത്? ലിയ ചെറുമുക്കാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചെറുമുക്ക്. ചെറുമുക്ക് ഇവിടെ എനിക്കിഷ്ടപ്പെട്ട പള്ളിക്കത്തായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടമല്ല ഗൈസ്. വരുന്ന കണ്ടില്ലേ കുട്ടികൾ, റെഡ് അലർട്ടായിട്ട് കുട്ടികൾ വരുന്നു. സൂക്ഷിക്കണം. കാട് ഗൈസ്, നിങ്ങൾ കാടൊക്കെ കാണാത്തവരാണെങ്കിൽ ഇങ്ങോട്ട് വരിക. ഫാസ്റ്റ് നന്നാലും ഇപ്പം നമ്മളവിടത്ത് വെള്ളത്തിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് മെല്ലെ മെല്ലെ പോകുന്നു. കുട്ടികൾ പോകുന്നു. ഞാൻ അവിടെ ഒരു കുട്ടി ഫിഷ് പിടിക്കാൻ നിൽക്കുന്നു. എനിക്ക് ഫിഷ് കിട്ടിയോ? ഫിഷ് കിട്ടിയോ? ഇതാണ് ഫിഷർമാൻ. നമ്മളെ നാട്ടിലേക്കൊക്കെ ഫിഷ് കൊണ്ടുവരണത് ഇവിടെ നിന്നാണ് കേട്ടത്. ഞങ്ങൾ നടക്കണമെന്ന് കണ്ടിട്ട് കുട്ടി ഇവിടെ തന്നെയാണ് ഫിഷ് പിടിക്കാൻ നിൽക്കുന്നത്. ഇതിൽ കൂടെ ഒക്കെ വലിയ ഡോൾഫിനൊക്കെ പോയി, പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റില്ല അല്ലേ? ചെറുമൊക്കെ താരിലൊക്കെ കാണണം. നാച്ചുറൽ നിങ്ങൾ കാണണം. എന്റെ വീഡിയോ ആര് കണ്ടില്ലെങ്കിൽ ലിയ കാണൂല. ലിയ സബ്സ്ക്രൈബ് ചെയ്യും, ഒക്കെ ചെയ്യും ലിയ. ഇപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്. ഗൈസ്, ഇവിടെ ഒരു ലോറി കഴുകുന്നുണ്ട്. ലോറിന്ന് തോന്നും. അങ്ങനെ കണ്ടന്റ് ഗൈസ്. എനിക്ക് വീണ്ടും നമ്മൾ വന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഗൈസ് കണ്ടില്ലേ ഗൈസ്, ഇതാണ് ഫിഷർമാൻ്റെ തോണിയാണെന്ന് തോന്നുന്നു. ഷാർക്ക് ഡോൾഫിനെ പിടിക്കാൻ വന്നവരാണ്. ഇവിടെ കുറേ ഡോൾഫിനുണ്ട്, പിന്നെ ഷാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇറങ്ങുന്നവർ മുതലൊക്കെ ഉണ്ടാവും, പിന്നെ ഷാർക്ക്, ഡോൾഫിനൊക്കെ ഉണ്ടാവും. ഇതിൽ കൂടെ ഒരു ഡോൾഫിൻ കടിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പം നേരെ ഇതിലേക്ക് ഒരു ഡോൾഫിൻ പോയി, പക്ഷെ വീഡിയോയിൽ ക്ലിക്കായില്ല. ഞാൻ എടുക്കാൻ വിചാരിച്ചു, പക്ഷെ അത് മിസ്സായിപ്പോയി. അങ്ങനെ പറയേണ്ടി വരും. അപ്പുറത്തേക്ക് നല്ല വെള്ളമുണ്ട്. ഒരു 10 ആളെ അടിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരാളെ കാലിൻ്റെ പകുതിയേ ഉള്ളൂ, പക്ഷെ അവിടെ നല്ലോണം ഉണ്ട്. ഇവർ ഡോൾഫിനെ പിടിക്കുകയാണ്, അത് ഷാർക്കിനെ പിടിക്കാമെന്ന് അറിയും. അതാ അവിടെ പാമ്പിന് വലിയ ജീവി.
ഷാർക്കൊക്കെ ഉള്ളിടത്ത് പിന്നെ പാമ്പും ഉണ്ടാവില്ലേ. അങ്ങനെ പറയാം നമുക്ക്. ജസ്റ്റ് ഏതൊരു കുട്ടിയൊക്കെ വരുന്നുണ്ട്. ആ ഗൈസ് കണ്ടു. രണ്ടാക്കും പേടിയായിട്ടാണ്. പൊടിയില്ലേ, നമുക്ക് പേടിയൊന്നുമില്ല. കഴിഞ്ഞു ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കഴിഞ്ഞു. എൻഡിങ് എന്താ പറയാ, എൻഡിങ് എങ്ങനെ ചെയ്യാ? ഇന്ന് നമ്മുടെ ഇപ്പം സഹയാത്ര ചെയ്ത ലിയ ആൻഡ് സഫ ആൻഡ് ഫെല്ല. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനിപ്പിക്കില്ല, വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണും വരെ ബൈ ബൈ, ഗുഡ് ബൈ. പിന്നെ ലൊക്കേഷൻ മറക്കണ്ട, ചെറുമുക്ക്, വിസ്മയ നഗർ, ആമ്പൽപ്പാടം, തിരൂരങ്ങാടി, മലപ്പുറം, കേരളം ഇൻ ഇന്ത്യ. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. ശരി, ഗുഡ് ബൈ.